तरह तू चल चूके ना निशाना, तीर की तरह तू चल चूके ना निशाना। लक्ष्य तेरा सामने है जीत के है आना, लक्ष्य तेरा सामने है जीत के है आना। तीर की तरह तू चल चूके ना निशाना, तीर की तरह तू चल चूके ना निशाना। लक्ष्य तेरा सामने है जीत के है आना। हौसला दिलों में है और रगों में जोश है, तेरे साथ तिरंगा है, ये विजय का उद्घोष है। तू ठान ले, तू ठान ले, तू ठान ले, तू ठान ले, अब जीत को अंजाम दे। तीर की तरह तू चल चूके ना निशाना, तीर की तरह तू चल चूके ना निशाना। लक्ष्य तेरा सामने है जीत के है आना, लक्ष्य तेरा सामने है जीत के है आना। से उठा के सर इस खेल में तू कर गुजर, हिंदुस्तान पुकारे तू छू ले जाके शिखर। इस मिट्टी की शान है तू, चल सीना अब तान ले। टीम इंडिया जीतेगी बाजी, ज़माना अब जान ले। तू ठान ले, तू ठान ले, तू ठान ले, तू ठान ले, अब जीत को अंजाम दे। तीर की तरह तू चल चूके ना निशाना, तीर की तरह तू चल चूके ना निशाना। लक्ष्य तेरा सामने है जीत के है आना, लक्ष्य तेरा सामने है जीत के है आना। ये खेल नहीं तेरा अपना स्वाभिमान है, गली गली में उमंगे हैं, गोल्ड का अरमान है। इस मिट्टी की शान है तू, चल सीना अब तान ले। टीम इंडिया जीतेगी बाजी, ज़माना अब जान ले। तू ठान ले, तू ठान ले, तू ठान ले, तू ठान ले, अब जीत को अंजाम दे। दिल जान से खेलेंगे, दम लगा के खेलेंगे, हम खेले तो जीतेंगे, बस जीत है ठिकाना। दिल जान से खेलेंगे, दम लगा के खेलेंगे, हम खेले तो जीतेंगे, बस जीत है ठिकाना। दिल जान से खेलेंगे, दम लगा के खेलेंगे, हम खेले तो जीतेंगे, बस जीत है ठिकाना। ടോക്കിയോ ഒളിമ്പിക്സ് 2020 പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക വിഭാഗവും NCC വിഭാഗവും സംയുക്തമായി ഇന്ത്യൻ താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ ആവേശം ഇങ്ങകലയിൽ നിന്ന് അവരിലേക്ക് എത്തിക്കുന്നതിനായി പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കുന്ന സിയാൽഫോ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം മുഖ്യ അതിഥികളായി ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ, ഫുഡിംഗ് കേരള ബറ്റാലിയൻ AO കേണൽ ജുബിൻ ബി മാത്യു, സേനാ മെഡൽ, ഇന്ത്യയുടെ അഭിമാനതാരം, ടോക്കിയോ ഒളിമ്പിക്സിൽ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിന്റെ അഭിമാനതാരം നോഹ നിർമ്മൽ ടോം, കൂടാതെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്,
അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷകർത്താക്കൾ എല്ലാവരും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ സിയാൽഫോ 2020 എന്ന പരിപാടിയിൽ പങ്കുചേരുന്നു. എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒളിമ്പിക്സിൽ വടക്കൻ കൊറിയ ഒഴികെ 205 രാജ്യങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഏകദേശം 33 ഇനങ്ങളിൽ 332 ഈവൻസ് വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടത്തപ്പെടുകയാണ്. ഈ മത്സരങ്ങളിൽ 42 വേദികളിലാണ് ടോക്കിയോ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും 124 പേരടങ്ങുന്ന ഒരു സംഘം ഏകദേശം 19ഓളം ഈവന്റുകളിൽ മത്സരിക്കുന്നു. അതിൽ കേരളത്തിൽ നിന്നും 9 താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ കുപ്പായമണിയുന്നു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ ഹോക്കി ഗോൾ കീപ്പറായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീജേഷ്, സ്വിമ്മിങ്ങിൽ സാജൻ പ്രകാശ്, ശ്രീശങ്കർ ലോങ് ജമ്പിൽ, KT ഇർഫാൻ വാക്കിംഗ്, മുഹമ്മദ് അനസ് 4x400 മീറ്റർ റിലേ, അലക്സ് ആന്റണി 4x400 മീറ്റർ റിലേ, നോ നിർമ്മൽ ടോം 4x400 മീറ്റേഴ്സ് റിലേ, ജാബിർ 400 മീറ്റേഴ്സ് ഹഡിൽസ്, അൻമോജ് ജേക്കബ് 4x400 മീറ്റേഴ്സ്. കൂടാതെ രാധാകൃഷ്ണൻ സർ, രാജ്മോഹൻ സർ, മുരളി സർ, ഈ 3 കോച്ചസും നമ്മുടെ കായിക താരങ്ങൾക്കൊപ്പം ടോക്കിയോ ഒളിമ്പിക്സിനായി എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യട്ടെ. ഈ പ്രോഗ്രാം ഇത്തരത്തിൽ നടത്തുവാൻ ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഒരു കാണികൾ ആരും തന്നെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അങ്ങ് അകലെ നടക്കുന്ന ഈ മത്സരങ്ങൾക്ക് ആവേശം പകരുവാൻ, ഇന്ത്യൻ താരങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരള താരങ്ങൾക്ക് ആവേശം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂള് ഈ ഒരു പ്രോഗ്രാം സിയാൽഫോ എന്ന പേരിൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം വിശിഷ്ട അതിഥികളായിട്ട് പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ K. അനിൽകുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സ്കൂളിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ കൈത്താങ്ങൽ നൽകുന്ന ബഹുമാനപ്പെട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ K. അനിൽകുമാറിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ മറ്റൊരു വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നത് 14 കേരള ബറ്റാലിയൻ AO ആയി പ്രവർത്തിക്കുന്ന കേണൽ ജുബിൻ V. മാത്യു സാറാണ്. സാറിന് സേനാ മെഡൽ ജേതാവാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ NCCയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സജീവമായ നേതൃത്വം നൽകുന്നു. ഏറ്റവും മികച്ച ഒരു യൂണിറ്റിന് ആവശ്യമായ പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട കേണൽ ജുബിൻ V. മാത്യു സാറിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ മീറ്റിംഗിലെ ഏറ്റവും വിശിഷ്ട അതിഥിയായി നമ്മുടെ പ്രിയപ്പെട്ട ടോക്കിയോ ഒളിമ്പിക്സിൽ 4x400 മീറ്റർ റിലേയിൽ പങ്കെടുക്കുന്ന നോഹ നിർമ്മൽ ടോം, കോഴിക്കോട് സ്വദേശിയാണ്, പേരാമ്പ്ര സ്വദേശിയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ ഈ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ച് നോഹിനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കുട്ടികളുമായിട്ട് അല്പനേരം ഇന്ററാക്ട് ചെയ്യാൻ നേർക്കുകയും അദ്ദേഹത്തിൻ്റെ പഠനകാലം മുതലുള്ള ഈ ദേശീയ അന്തർദേശീയ ഒളിമ്പിക്സിന് വരെ എത്തുന്ന കാലയളവ് വരെയുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ആ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഒരു ഊർജം അല്ലെങ്കിൽ ഒരു മുൻകൊണ്ടുള്ള ട്രെയിനിങ് മെത്തേഡുകൾ തുടങ്ങിയതൊക്കെ ഇദ്ദേഹത്തിന് നിങ്ങൾ സംസാരത്തിൽ മനസ്സിലാകും. വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒളിമ്പ്യനാകാൻ പോകുന്ന നോഹ് നിർമ്മൽ ടോമിനെയും വളരെ ആദരവോടും സന്തോഷവും സ്നേഹത്തോടും കൂടിയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, ഈ പ്രോഗ്രാമുകൾക്കെല്ലാം തന്നെ ആവശ്യമായ നേതൃത്വം നൽകുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കളോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ, ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും, പൂർവ്വ വിദ്യാർത്ഥികൾ,
അഭ്യുതകാംക്ഷികൾ, സ്കൂളിനെ സ്നേഹിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെല്ലാം, ഇത് ലൈവായി നമ്മളോടൊപ്പം ഇത് ചെയ്യുന്നത് യൂട്യൂബ് ലൈവിലാണ്. ഇതിനു വേണ്ടി സഹായം ചെയ്യുന്ന ജിതിൻ, ഓൾഡ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജിതിൻ ഉണ്ട്. ഒപ്പം മറ്റ് രക്ഷാകർത്താക്കൾ, നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ഏവരുമേ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഭൂമിയിലെ ഏറ്റവും ബൃഹത്തായ കായിക മാമാങ്കത്തിന് നാളെ വൈകിട്ട് ജപ്പാനിലെ ടോക്കിയോയിൽ തിരിതെളിയുന്നുവല്ലോ. കാണികളുടെ ആരവങ്ങൾ ഉയരാതെയുള്ള ഒരു ഒളിമ്പിക്സ് വേദി. ഈ മഹാകായിക മേളയ്ക്ക് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതിനായി ഈ സ്കൂളിലെ കായിക വിഭാഗം ഒരുക്കിയിരിക്കുന്ന ഈ പരിപാടിയിൽ ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിൻ്റെയും പേരിൽ ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ഹോക്കി താരം മൻപ്രീത് സിംഗ്, ബോക്സിംഗ് താരം മേരി കോം എന്നിവർ നാളെ ഇന്ത്യൻ ത്രിവർണ പതാക ഏന്തി മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ ഇവരിൽ കേരളീയരും ഇതിൽ പങ്കെടുക്കുന്നു എന്നത് എത്രയോ അഭിമാനാർഹമാണ്. ഓരോ രാജ്യത്തെയും ജനതയുടെ കായിക കരുത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ഈ വേദിയിൽ ഇന്ത്യക്കും അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഒരു കായിക താൽപര്യ പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ടോക്കിയോയിൽ ഇന്ന് 32ാമത് ഒളിമ്പിക്സിന് ദീപം തെളിയുകയാണ്. ഇന്ത്യൻ സമയം 4:30-നാണ് ഈ കായിക മാമാങ്കം ആരംഭിക്കുന്നത്. ടോക്കിയോയിലെ സമയം രാത്രി 8 മണിക്ക്. 33 ഇനങ്ങളിലായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയെ പ്രതികരിച്ച് 18 ഇനങ്ങളിലുള്ള മത്സരങ്ങൾക്ക് വേദി ഒരുങ്ങുന്നത്. മൊത്തം 41 വേദികളാണ് ടോക്കിയോയിൽ ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 126 കായിക താരങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 9 പേർ നമ്മുടെ കേരളത്തെ പ്രതികരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലമായി നമുക്കുണ്ടായ 1.5 വർഷക്കാലമായി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മളെ മലയാളികളുടെ എണ്ണം കൂടുമായിരുന്നു. നമ്മളെ ഓപ്പറേഷൻ ഒളിമ്പിയ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മെഡൽ ലഭിക്കാവുന്ന കായിക ഇനങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വന്ന സമയത്താണ് ഈ കോവിഡ് നമ്മുടെ കായിക ഇനത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് ഈ 9 കായിക താരങ്ങളിലും മെഡൽ പ്രതീക്ഷയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒളിമ്പിക്സ് കൊടിയേറുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമെങ്കിൽ നമുക്ക് വളരെ അഭിമാനകരമായ ഒരാളായിരുന്നു തിരുവല്ല സ്വദേശിയായ പാപ്പച്ചൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1948 ലണ്ടനിൽ വെച്ച് നടന്ന ആ ഒളിമ്പിക്സിന് നമ്മുടെ ഇന്ത്യയെ പ്രതികരിച്ച് തിരുവല്ല സ്വദേശി പാപ്പച്ചൻ പങ്കെടുക്കുകയുണ്ടായി. 1920 തിരുവല്ലയിൽ ജനിച്ച വർഗീസ് എന്ന പേരോടുകൂടിയുള്ള പാപ്പച്ചൻ തിരുവല്ല MGM സ്കൂളിന്റെ മുറ്റത്ത് നിന്നാണ് ഫുട്ബോളിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം തിരുവിതാംകൂറിന്റെ പോലീസ് സേനയിലും അതോടൊപ്പം തന്നെ തുടർന്ന് ടാറ്റയുടെ കമ്പനികൾ ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും നമ്മുടെ 1962 കാലഘട്ടം മുതൽ തുടർച്ചയായി
ഫുട്ബോൾ രംഗത്ത് വളരെയധികം പ്രഗത്ഭനായ ഒരു ഒളിമ്പ്യൻ കൂടിയായിരുന്നു പാപ്പച്ചൻ. ആ പാപ്പച്ചന്റെ ഓർമ്മ നമ്മുടെ പത്തനംതിട്ട ജില്ലയ്ക്ക് നിലനിൽക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഒളിമ്പിക്സിൽ തീർച്ചയായും നമുക്ക് വലിയ ഒരു നേട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട കുട്ടികൾ കായിക രംഗത്തേക്ക് കൂടുതലായി വരികയും പരിശീലനം നേടുകയും അതുവഴി നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് കുറേയേറെ മുതൽക്കൂട്ടായി മാറുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒളിമ്പിക്സ് ദിനത്തിൽ നമുക്ക് ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടം ഉണ്ടാകട്ടെ എന്ന് പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന് വേണ്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ്, എൻ്റെ പേര് നൊഹ നിർമ്മൽ ടോം. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് 4x400 മീറ്റർ റിലേ സെലക്ട് ആയിരിക്കുകയാണ്. ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഇങ്ങനൊരു വലിയൊരു അവസരം നൽകിയതിന്. പിന്നെ പാരൻസിനോടും എന്നെ പ്രാക്ടീസ് ചെയ്യിച്ച എൻ്റെ കോച്ചസിനോടും ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ സ്പോർട്സ് ജീവിതം ആരംഭിച്ചത് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് നിന്നാണ് ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ് ജോസ് സെബാസ്റ്റ്യൻ സാറാണ് എന്നെ ആദ്യമായിട്ട് സ്പോർട്സിലേക്ക് കൊണ്ടുവരുന്നത്. അവിടുന്ന് ഞാൻ 800 1500 ചെയ്തുകൊണ്ടിരുന്നത്. സ്കൂൾ തലത്തിലും പിന്നെ ജൂനിയർ കോമ്പറ്റീഷനിലും ജില്ലയിലൊക്കെ മെഡൽ വന്നു, സ്റ്റേറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ +1 +2 ഗവൺമെൻറ് HSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കോഴിക്കോട് അവിടെ ജോയിൻ ചെയ്യുകയും അവിടെ ജോർജ് സെബാസ്റ്റ്യൻ എന്ന ജോർജ് പി ജോസഫ് എന്ന സാറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. സാറാണ് എന്നെ ഫോണ്ടറിലേക്ക് മാറ്റുന്നതും അത് എൻ്റെ ജീവിതത്തെ ഒരു വഴിത്തിരിവാകുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ദേശീയ തലത്തിൽ സ്വർണ്ണം നേടുവാനും ദേശീയ തലങ്ങളിൽ മെഡൽ നേടുവാനും ആരംഭിച്ചത്. 2013 സാറിൻ്റെ കീഴിൽ സാഫ് ഗെയിംസിൽ ജൂനിയർ സാഫ് ഗെയിംസിൽ 4x400 മീറ്റർ റിലേയിൽ എനിക്ക് വെള്ളി മെഡൽ ലഭിച്ചു. പിന്നെ ഞാൻ 2014 എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. എയർഫോഴ്സിൽ രാജ്മോഹൻ എന്ന കോച്ചിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. രാജ്മോഹൻ സാറാണ് എന്നെ ഒരു പ്രൊഫഷണൽ അത്ലറ്റായിട്ട് വളർത്തിയെടുത്തത്, ഒരു ഇൻ്റർനാഷണൽ അത്ലറ്റായിട്ട്. സാറിൻ്റെ കീഴിലാണ് ഞാൻ ഒരു ഇന്ത്യ അറിയുന്ന ഒരു അത്ലറ്റായി മാറിയത്. സാറാണ് എന്നെ 45 സെക്കൻഡ്സിലേക്കൊക്കെ ഫോണ്ട് ഓടിച്ചതൊക്കെ സാറിൻ്റെ കീഴിലാണ് ഞാൻ ഒരു അത്ലറ്റായിട്ട് വളർന്നത്. അങ്ങനെ പിന്നെ ഞാൻ 2016 ഇൻ്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ, ദേശീയ ഇൻ്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ എനിക്ക് വെള്ളി ലഭിച്ചു. 2018 ഓപ്പൺ നാഷണൽ എനിക്ക് 400 മീറ്റർ ഗോൾഡ് ലഭിച്ചു. 2019 ഓപ്പൺ നാഷണലിൽ എനിക്ക് 400 മീറ്ററിൽ ഗോൾഡ് ലഭിച്ചു. 2019 തന്നെ ദോഹയിൽ വെച്ച് നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ഞങ്ങൾ ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്യുകയും അവിടെ ഞങ്ങൾ ഒളിമ്പിക്സ് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അതൊരു വലിയ നേട്ടമായിട്ട് കരുതിയാണ്. പിന്നെ അവിടുന്ന് ഇവിടെ വരെ ഞങ്ങൾ 2019 തൊട്ട് ഇന്ന് വരെ ടോക്കിയോ ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങിയെങ്കിലും കൊറോണയുടെ ഒരു വലിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ബാധിക്കുകയും പിന്നെ വീട്ടുകാർക്കെല്ലാവരും കൊറോണ വരികയും ചെയ്തു. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായി. എന്നാലും ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനും ഇതുവരെ എത്താനും ദൈവം സഹായിച്ചു. ഇനി അവസാന നിമിഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്നത് ഗലീന എന്ന് പറഞ്ഞ കോച്ചാണ്. USA സിറ്റിസണാണ്. മാഡമാണ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. 400 മീറ്ററിൻ്റെ ഇവിടുത്തെ ഒഫീഷ്യൽ കോച്ചാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം 10 ദിവസം മാത്രം ബാക്കിയുള്ളൂ ഒളിമ്പിക്സിലേക്ക് പോകാൻ, ടോക്കിയോയിലേക്ക് പോകാൻ. 2020 നടക്കുന്ന ഒളിമ്പിക്സ് ഇപ്പോൾ 2021 നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ
ഏറെ പ്രാക്ടീസ് ചെയ്യുകയും ഇതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി 23-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോകും. 30-ാം തീയതി ഞങ്ങളുടെ അത്ലറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഒരു വലിയ പ്രതീക്ഷയോട് തന്നെയാണ് പോകുന്നത്. നല്ല രീതിയിൽ നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കും. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് വിദ്യാർത്ഥികൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്ന ഈ പ്രോഗ്രാം CL4 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. I would like to convey the best wishes on behalf of NCC Pathanamthitta to all the sports persons who have gone to Tokyo to participate in the Olympic Games on behalf of our country. All the best to you, and we are very, very proud of you. Jai Hind. നമസ്കാരം. നമുക്കിന്ന് ലോകരാജ്യങ്ങൾ വളരെ ആവേശോജ്വലമായി കൊണ്ടാടുന്ന ഒളിമ്പിക്സ് എന്ന കായിക മാമാങ്കത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? നമുക്കെല്ലാവർക്കും അറിയാം, 4 വർഷത്തിൽ ഒരിക്കലായിട്ടാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തുന്നത്. എന്നാൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തിപ്പോരാറുള്ളത്. സമ്മർ ഒളിമ്പിക്സും മറ്റൊന്ന് വിൻ്റർ ഒളിമ്പിക്സുമാണ്. ഒളിമ്പിക്സ് അർത്ഥമാക്കുന്നത് ഗ്രീക്ക് ഭാഷയിലുള്ള സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ് എന്നീ 3 പദങ്ങളാണ്. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ, അഥവാ ഫാസ്റ്റർ, ഹയർ ആൻഡ് സ്ട്രോങ്ങർ എന്നതാണ്. 2 തലമുറയിലുള്ള ഒളിമ്പിക്സുകൾ ഉണ്ടായിട്ടുണ്ട്. പുരാതന ഒളിമ്പിക്സാണ് ആദ്യത്തേത്. ഗ്രീസിലെ ഒളിമ്പിയയിലായിരുന്നു ഇത് നടന്നിരുന്നത്. 2ാം തലമുറയിലുള്ള ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് BC 776 കാലഘട്ടങ്ങളിലായിരുന്നു. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഹെറാക്കിൾസും അദ്ദേഹത്തിൻ്റെ പിതാവ് സിയോസും ആണെന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. AD 394 തെഡോസിയസ് ആയിരുന്നു പുരാതന ഒളിമ്പിക്സിൻ്റെ നിർത്തലാക്കിയത്. പുരാതന ഒളിമ്പിക്സിൻ്റെ കാലഘട്ടം BC 776 മുതൽ AD 394 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. 1894 ബാരൻ പീരി ഡി ക്യൂബർട്ടനും ഡിമെട്രിയോസ് വികാലാസും സ്വിറ്റ്സർലാൻഡിൽ ലോസേനിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അങ്ങനെ ആയിരുന്നു 1896 ഗ്രീസിലെ ആഥൻസിൽ ആദ്യ ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാരൻ ഡി ക്യൂബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1912 അദ്ദേഹം തന്നെയാണ് ഒളിമ്പിക്സിനെ ചിഹ്നത്തിന് രൂപകൽപ്പന ചെയ്യപ്പെടുന്നതും. ഒളിമ്പിക്സ് ചിഹ്നം വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്തിണക്കിയിട്ടുള്ള 5 വർണ്ണവൃത്തങ്ങളെയാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. നീല, മഞ്ഞ, കറുപ്പ്, ചുവപ്പ്, പച്ച എന്നിവയാണ് അതിലെ വർണ്ണവൃത്തങ്ങൾ. ഈ ഓരോ നിറങ്ങളും സൂചിപ്പിക്കുന്നത് 5 ഭൂഖണ്ഡങ്ങളെയാണ്. നീലനിറം യൂറോപ്പിനെയും, കറുപ്പ് നിറം ആഫ്രിക്ക, മഞ്ഞ നിറം ഏഷ്യ, ചുവപ്പ് അമേരിക്ക, പച്ചനിറം ഓസ്ട്രേലിയയുമാണ്. ഭൂമിയിൽ 7 ഭൂഖണ്ഡങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് 5 ഭൂഖണ്ഡങ്ങളുടെ പേര് മാത്രം നൽകിയതെന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. കാരണം എന്തെന്നാൽ മനുഷ്യവാസമുള്ള ഭൂഖണ്ഡങ്ങളെ മാത്രമാണ് ഈ ചിഹ്നങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 1920 സമ്മർ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. 1960 റോമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ 400 മീറ്റർ ഓട്ടമത്സരത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ അഭിമാന താരമായിരുന്നു നമ്മുടെ മിൽഖ സിംഗ്. 1984 ലോസ് ആഞ്ചൽസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ വെച്ചായിരുന്നു PT ഉഷ എന്ന ഇന്ത്യൻ താരം ഫൈനലിൽ എത്തിയത്. ഒളിമ്പിക്സ് ഫൈനൽ മത്സരത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൂടെയായിരുന്നു PT ഉഷ. വ്യക്തിഗത ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് കസബ ദാദാ സാഹിബ് ജാദവ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാണ് നിത അംബാനി. 2020 ടോക്കിയോയിൽ വെച്ചായിരുന്നു ഒളിമ്പിക്സ് നടന്നിരുന്നത്. മിറായ് ടോവ എന്നായിരുന്നു അന്നത്തെ ഒളിമ്പിക്സ് ചിഹ്നം. 1928 ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് ആദ്യമായി ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചത്. 1904, 1932, 1984, 1996 എന്നീ വർഷങ്ങളിൽ സമ്മർ ഒളിമ്പിക്സിന് വേദിയാവാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനായിരുന്നു. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള ഒരു അമേരിക്കക്കാരനാണ് മിഷേൽ ഫെൽപ്സ്.
2000 സിഡ്നിയിൽ വെച്ച് നടന്ന ഒളിമ്പിക് ഗെയിംസിൽ ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ വനിത കർണ മല്ലേശ്വരിയാണ്. വിമൺ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ബ്രോൺസ് മെഡലാണ് കർണ മല്ലേശ്വരി അന്ന് സ്വന്തമാക്കിയത്. 2020 സമ്മർ ഒളിമ്പിക്സിൽ വേദിയാവാൻ സാധിച്ചത് ജപ്പാനിലായിരുന്നു. 2018 വിന്റർ ഒളിമ്പിക്സിൽ നിന്നും ബാൻ ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ് റഷ്യ. 1900 ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതും ഒരേ ഒരു ഐറ്റത്തിൽ മാത്രമായിരുന്നു. ആ ഐറ്റത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു നോർമൻ റിച്ചാർഡ്. 1920 ഇന്ത്യയിൽ നിന്നും ഒരു ദേശീയ ടീമിന് തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഒളിമ്പിക്സിനെ കുറിച്ചിട്ടുള്ള നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ നടുവിലും ലോക കായിക മാമാങ്കം ടോക്കിയോ നഗരത്തിൽ അരങ്ങേറുകയാണല്ലോ. ഈ അവസരത്തിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും സ്കൂളിന്റെ കായിക അധ്യാപിക എന്ന നിലയിലും കായിക പ്രേമി എന്ന നിലയിലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനും മെഡലുകൾ കരസ്ഥമാക്കാനും അവരോരോരുത്തർക്കും കഴിയട്ടെ. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയോടെ, ഒരുമയോടെ കായിക താരങ്ങൾക്ക് ടോക്കിയോ ഒളിമ്പിക്സ് മൈതാനങ്ങളിൽ ലോക കായിക ഭൂപടത്തിൽ നമ്മുടെ അഭിമാനമായി തീരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ടീം ഇന്ത്യ. Tokyo Olympics State 2021. India will be win. India will be win. You are will be win. We are will be win. India जीतेगा. जीतेगा. Good luck. Tokyo Olympics 2021. India will be win. India will be win. You are will be win. We are will be win. Good luck. झलके हौसले समंदर से ला 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 ला. Can you hear our voices roar? To the Ganga climbing the Himalayas, bleeding courage we are warriors. We are going to witness 2021 Tokyo Olympics. मुझे विश्वास है कि तुम सफल होगे. विजय होकर वापस आए. India will be win. You will be win. We are going to win. Bharat jeetega. Come back with a lot of gold medals. Good luck and good wishes. And if we fall, we get back up. We're born to win. We never stop saying. Tokyo Olympics Day 2021. India will be win. India will be win. You are will be win. We are will be win. India जीतेगा. जीतेगा. Good luck. Tokyo Olympics 2021. India will win. India will win. India जीतेगा. India जीतेगा. यहाँ जो करने वो करके हम दिखाएंगे. जीत की बाजी खेले हम और दिल को भी जीत के आए.